കാർഷിക വാർത്തകൾ. രാജ്യാന്തര വിപണിയിൽ പാം ഓയിൽ വില ഇടിഞ്ഞു. ഉൽപ്പാദനം ഗണ്യമായി ഉയർന്നതാണ് വിലയെ ബാധിച്ചത്. മുൻനിര ഉൽപാദന രാജ്യമായ മലേഷ്യയിൽ ഉൽപാദനം ഉയർന്നതും കയറ്റുമതി ചുരുങ്ങിയതുമാണ് എണ്ണവിലയെ ബാധിച്ചത്. പാമോയിൽ ഇറക്കുമതിക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയ ഉയർന്ന നികുതി മലേഷ്യൻ കയറ്റുമതിക്ക് വെല്ലുവിളി സൃഷ്ടിച്ച് കയറ്റുമതിയുടെ താളം തെറ്റിച്ച അവസ്ഥയാണ്. പാമോയിൽ കരുതൽ ശേഖരം 6 മാസത്തെ ഉയർന്ന നിലവാരത്തിലുള്ളതാണ്. ഇത് വില ഇനിയും ഇടിയാൻ കാരണമായേക്കുമെന്നാണ് കരുതുന്നത്. മലേഷ്യയുടെ അസംസ്കൃത പാമോയിൽ ഉൽപാദനം ഫെബ്രുവരിക്ക് ശേഷം 17% ഉയർന്നത്. മലേഷ്യയും ഇന്തോനേഷ്യയുമാണ് ആഗോള പാമോയിൽ വിപണി നിയന്ത്രിക്കുന്നത്. പുതിയ സാഹചര്യത്തിൽ ഇന്ത്യൻ വ്യവസായികൾ ഇറക്കുമതി പ്രോത്സാഹിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അതിർത്തി ഗ്രാമങ്ങളിൽ പാവയ്ക്കയ്ക്ക് വ്യാപക കൃഷിനാശം. പാവയ്ക്ക ചീഞ്ഞളിയുന്ന രോഗം വ്യാപിച്ചതാണ് കർഷകർക്ക് തിരിച്ചടിയായത്. തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരും സമീപ ഗ്രാമങ്ങളിലും പാവയ്ക്ക കർഷകർക്ക് നിരാശയാണ് ഫലം. വിളവെടുക്കാൻ പാകമായതോടെ പാവയ്ക്ക ചീയൽ വ്യാപകമാവുകയാണ്. ഫലങ്ങളെ ബാധിക്കുന്ന പഴയീച്ചകളുടെ സാന്നിധ്യവും ആക്രമണവും കാരണമാണ് പലയിടങ്ങളിലും വ്യാപകമായി പാവയ്ക്ക നശിക്കുന്നത്. ഒപ്പം ഉൽപാദന ഇടിവും കനത്ത തിരിച്ചടിയായി. മഴക്കാലത്ത് നെല്ലും വേനൽക്കാലത്ത് പച്ചക്കറികളും കൃഷി ചെയ്യുന്നവരാണ് ഗൂഡല്ലൂരിലെ കർഷകർ. വേനൽക്കാലത്ത് മറ്റു പച്ചക്കറികളെക്കാൾ കൂടുതൽ പാവയ്ക്ക കൃഷി ചെയ്യുന്നവരാണ് ഇവിടെയുള്ളത്. ഈ വർഷം രോഗബാധ വർദ്ധിച്ചതാണ് വിളവെടുപ്പിനെ ബാധിച്ചത്. വലിയ വരുമാന നഷ്ടമാണ് കർഷകർക്കെല്ലാം ഉണ്ടായിരിക്കുന്നത്. കർഷകർ വർഷങ്ങളായി ഒരേ തരത്തിലുള്ള പാവൽ വിത്തുകൾ ഉപയോഗിക്കുന്നതാണ് കീടാക്രമണങ്ങൾക്കിടയാക്കിയതെന്ന് ഗൂഡല്ലൂർ അസിസ്റ്റന്റ് ഹോർട്ടിക്കൾച്ചർ ഓഫീസർ വ്യക്തമാക്കി. ഇത് മണ്ണിന്റെ ഫലഭൂഷ്ഠതക്കുറവിനും മാറ്റങ്ങൾക്കും വൈറസ് ആക്രമണങ്ങൾക്കും കാരണമായി. വർഷത്തിൽ ഒരിക്കലെങ്കിലും മറ്റു വിളകൾ കൃഷി ചെയ്യുകയും കൃഷിക്ക് മുൻപും വളർച്ചയ്ക്കിടയിലും വളങ്ങളും മറ്റും മണ്ണിൽ ചേർക്കണമെന്നുമാണ് കൃഷിവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിഷു എത്തിയിട്ടും കണിവെള്ളരി കർഷകർക്ക് നേട്ടമില്ല. കാലാവസ്ഥാ മാറ്റങ്ങളിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കർഷകർ. വിഷു വിപണി ലക്ഷ്യം വെച്ചാണ് സംസ്ഥാനത്ത് പലയിടത്തും കണിവെള്ളരി കൃഷി തുടങ്ങിയത്. എന്നാൽ കടുത്ത വേനൽ ചൂടും ശേഷമുണ്ടായ മഴയും കർഷകർക്ക് തിരിച്ചടിയായി. പുറം തോടുകളിൽ കറുത്ത പാടാണ് ആദ്യം കണ്ടു തുടങ്ങിയത്. പിന്നീട് ഈ കറുത്ത പാടുകളിലൂടെ വെള്ളം കയറി വെള്ളരി അഴുകാനും തുടങ്ങി. സാധാരണ വെള്ളരിയേക്കാൾ കട്ടി കുറഞ്ഞ പുറന്തോടാണ് ഇവയ്ക്കുള്ളത്. പല സ്ഥലങ്ങളിലും വിഷുവിനും ഒരാഴ്ച മുന്നേ വിളവെടുക്കേണ്ടി വന്നിട്ടുണ്ട്. 45 മുതൽ 55 രൂപ വരെയാണ് പലയിടത്തും വില. മഞ്ഞ കളറുള്ള ചെറിയ വെള്ളരിയാണ് വിഷുക്കണിയായി ഉപയോഗിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലും കണിവെള്ളരിക്ക് ഡിമാൻഡുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക രംഗത്തും മികവ് തെളിയിച്ച് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി. നെൽകൃഷിക്കൊപ്പം വിവിധ പച്ചക്കറികളും സമൃദ്ധമായി ഇവിടെ വിളയുന്നു. സൊസൈറ്റിക്ക് കീഴിലുള്ള കയ്യാർ അഗ്രഗേറ്റാണ് കാർഷിക രംഗത്ത് വൈവിധ്യങ്ങളുടെ കയ്യൊപ്പ് ചാർത്തുന്നത്. കാസർകോട് കയ്യാർ പറമ്പളയിലുള്ള ഒരേക്കറിലാണ് നെൽകൃഷിയും പച്ചക്കറികളും കൃഷി ചെയ്തിരിക്കുന്നത്. നിർമ്മാണാവശ്യങ്ങൾക്കായി പാറയും കരിങ്കല്ലുകളും പൊട്ടിച്ചെടുത്ത വലിയ കുഴികൾ മണ്ണിട്ട് നികത്തിയാണ് കൃഷി ഒരുക്കിയിരിക്കുന്നത്. നെൽകൃഷിക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത ഭൂഭാഗമാണെങ്കിലും പരീക്ഷണാടിസ്ഥാനത്തിലാണ് കൃഷി ഇറക്കിയത്. മികച്ച പരിചരണം ലഭിച്ചതോടെ ഞാറുകൾ കരുത്തോടെ വളർന്നു. പതിരുകളില്ലാത്ത വിളഞ്ഞ നെൽപ്പാടത്ത് ഇപ്പോൾ കൊയ്ത്തു തുടങ്ങി. CPCRAയിൽ നിന്ന് എത്തിച്ച ശ്രേയസ് എന്ന നെൽവിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത്. അടിയിൽ പാറയായതിനാൽ ആവശ്യത്തിന് വെള്ളം കെട്ടിനിൽക്കുന്നത് നെൽകൃഷിക്ക് ഗുണകരമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മഞ്ഞളിന്റെ കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള നീക്കവുമായി മഞ്ഞൾ ബോർഡ്. 2030 ആകുമ്പോഴേക്കും 1876 കോടി രൂപയുടെ കയറ്റുമതി കൈവരിക്കുകയാണ് ലക്ഷ്യം. കർഷകർ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഉയർന്ന അളവിൽ കുർക്കുമിൻ അടങ്ങിയ മഞ്ഞൾ ഇനങ്ങൾ കൃഷി ചെയ്യണമെന്ന് മഞ്ഞൾ ബോർഡിന്റെ ചെയർമാൻ പല്ലേ ഗംഗാറെഡ്ഡി പറഞ്ഞു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി മഞ്ഞളിന്റെ ആഭ്യന്തര ഉപഭോഗം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ റെയിൽവേകളിലും വിമാനങ്ങളിലും ഗോൾഡൻ മിൽക്ക് എന്ന ബ്രാൻഡിൽ മഞ്ഞൾ ചേർത്ത പാൽ അവതരിപ്പിക്കാൻ ബോർഡ് പദ്ധതിയിടുന്നു. കീടനാശിനി അവശിഷ്ടങ്ങളും ഖനലോഹ മലിനീകരണവും ആഗോള വിപണികളിൽ ഇന്ത്യയുടെ മഞ്ഞൾ കയറ്റുമതിക്ക് വെല്ലുവിളിയാണ്. ശാസ്ത്രജ്ഞർ ഈ വെല്ലുവിളിയെ നേരിടുകയും കർഷകരെ ഈ തടസ്സം മറികടക്കാൻ സഹായിക്കുകയും വേണമെന്ന് ഗംഗാറെഡ്ഡി വ്യക്തമാക്കി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഓൺ കൊമേഴ്സ്യൽ അഗ്രികൾച്ചർ സംഘടിപ്പിച്ച മഞ്ഞൾ സ്റ്റോക്ക് ഹോൾഡേഴ്സ് കോൺക്ലേവ് അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാശ്മീരിലെ കോഴി വളർത്തൽ മേഖല പ്രതിസന്ധിയിൽ. നയം മാറ്റങ്ങളും വിലക്കയറ്റവുമാണ് മേഖലയ്ക്ക് വെല്ലുവിളിയായത്.
കശ്മീരിലെ കോഴി വ്യവസായം ഗുരുതരമായ മാന്ദ്യഭീതിയിലാണ്. ആയിരക്കണക്കിന് പ്രാദേശിക കർഷകരാണ് പിടിച്ചു നിൽക്കാൻ പാടുപെടുന്നത്. പ്രാദേശികമായി വളർത്തുന്ന കോഴികൾക്ക് വിപണി കുറയുന്നതും മേഖലയ്ക്ക് പുറത്തുനിന്നുള്ള വർദ്ധിച്ചുവരുന്ന മത്സരവും ഉൽപ്പാദകർ നേരിടുന്നു. ഇറക്കുമതി ചെയ്യുന്ന കോഴിയിറച്ചി പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന കോഴിയിറച്ചിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് വിൽക്കുന്നത്. വിൽപ്പനയ്ക്കുള്ള കോഴികളുമായി വരുന്ന വാഹനങ്ങൾക്ക് ടോൾ നികുതി നീക്കം ചെയ്തതും കർഷകർക്ക് കനത്ത തിരിച്ചടിയായതായി അസോസിയേഷൻ വ്യക്തമാക്കി. കശ്മീർ വാലി പൗൾട്രി ഫാം അസോസിയേഷന്റെ കണക്കനുസരിച്ച് കശ്മീരിന്റെ ഉപഭോക്തൃ ആവശ്യകതയുടെ 85% നിറവേറ്റിയിരുന്നത് പ്രാദേശിക കോഴി വളർത്തലിലൂടെയാണ്. നിലവിൽ ഉൽപാദനം 20% കുറഞ്ഞത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം താഴ്വരയിൽ പ്രതിവർഷം ഏകദേശം 1.5 കോഴി ഡ്രസ്ഡ് കോഴിയിറച്ചി ഉപയോഗിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.